ചതയം നക്ഷത്രത്തിൽ പിറന്നവരെ സംബന്ധിച്ചിടത്തോളം 2025 നവംബർ മാസം സ്വയം കണ്ടെത്തലിൻ്റെയും പുരോഗതിയുടെയും ഒരു സവിശേഷ കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും ഈ മാസം പുതിയൊരു ദിശാബോധം ലഭിക്കും. സാഹസികമായ സ്വഭാവവും നിഗൂഢതകളെ തേടിയുള്ള യാത്രയും ഈ മാസം കൂടുതൽ ശക്തിപ്പെടും. ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്വാധീനം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയും ജീവിതത്തിന്റെ പല മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ വ്യക്തമാവുകയും ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നവംബർ മാസം ചതയം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലയളവായിരിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ആകർഷണീയത അനുഭവപ്പെടും. അത് മറ്റുള്ളവരെ ആകർഷിക്കാൻ സഹായിക്കും. ആശയവിനിമയ ശേഷി മെച്ചപ്പെടുന്നതിനാൽ നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാധിക്കും. സാമൂഹിക തലത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ദീർഘകാലമായുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും നിങ്ങൾ ഉണർവോടെയും ഉത്സാഹത്തോടെയും കാണപ്പെടും. ചതയം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഴിവും അർപ്പണബോധവും ഈ മാസം ബലം കാണും. നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഏറെക്കാലമായി കാത്തിരുന്ന അംഗീകാരം ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രൊമോഷനോ ഉയർന്ന പദവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു പുതിയ റോളോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മേലധികാരികൾ നിങ്ങളുടെ പ്രയത്നങ്ങളെ വിലമതിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു വേദിയൊരുക്കും. വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ ലാഭകരവുമായ പുതിയ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ വികസിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായകമാകും. ഇത്തരം പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഉയർത്തും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ടീം വർക്കിൽ മികച്ച ഫലങ്ങൾ നേടാൻ സഹായിക്കും. നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു ശമ്പള വർധനവോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ പ്രതീക്ഷിക്കാം. ഒരു പുതിയ തൊഴിൽദാതാവുമായി ചർച്ച ചെയ്യുന്നവർക്ക് തൃപ്തികരമായ ഒരു പാക്കേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ഓർഡറുകൾ, ലാഭകരമായ ഡീലുകൾ, പങ്കാളിത്തങ്ങൾ എന്നിവ ബിസിനസ് വിപുലീകരിക്കാൻ സഹായിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് അനുകൂലമായ സമയമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമാകുന്ന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലി അന്വേഷിക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ജോലികൾ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ യോഗ്യതകൾക്കും അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഗവേഷണ മേഖലയിലോ നൂതന സാങ്കേതിക വിദ്യകളിലോ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ കഴിവുകൾ നേടാനും നൈപുണ്യ വികസന കോഴ്സുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയെ വളരെയധികം മെച്ചപ്പെടുത്തും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഓഹരി കമ്പോളത്തിൽ നിന്നോ റിയൽ എസ്റ്റേറ്റിൽ നിന്നോ ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർക്ക് വിദഗ്ധരുടെ ഉപദേശം തേടി മുന്നോട്ട് പോകാം. നിലവിലുള്ള കടങ്ങൾ കുറയ്ക്കാൻ ഈ മാസം നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും മനസ്സമാധാനം നൽകുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ചില ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കുറിയിലൂടെയോ പഴയ കടങ്ങൾ തിരികെ ലഭിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിലൂടെയോ ആകാം ഇത്. ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുകയും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് മുൻഗണന നൽകുകയും ചെയ്യുക. ദാമ്പത്യത്തിലും കുടുംബത്തിലും ചതയം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സന്തോഷകരവും ഐക്യവും നിറഞ്ഞതായിരിക്കും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും. പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാകും. സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പുതിയ ഉണർവും സന്തോഷവും അനുഭവപ്പെടും. ചെറിയ തെറ്റിദ്ധാരണകൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. ദാമ്പത്യത്തിൽ റൊമാൻസും അടുപ്പവും വർദ്ധിക്കും. ഒരുമിച്ചുള്ള യാത്രകളോ വിരുന്നുകളോ പുതിയ അനുഭവങ്ങളോ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ അടുപ്പിക്കും. കൂടുതൽ സമയം പങ്കാളിയോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കും. അവിവാഹിതരായ ചതയം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയങ്ങൾക്കും വിവാഹങ്ങൾക്കും ഇത് വളരെ നല്ല സമയമാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളുള്ളവർക്ക് അവരുടെ പഠന കാര്യങ്ങളിലും മറ്റു വളർച്ചാഘട്ടങ്ങളിലും സന്തോഷകരമായ നേട്ടങ്ങൾ കാണാൻ കഴിയും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ചെറിയ തർക്കങ്ങൾ പോലും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും. മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബഹുമാനവും സ്നേഹവും വർദ്ധിക്കും. അവരുടെ അനുഗ്രഹാശിസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരിഹരിക്കപ്പെടും. പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് സന്തോഷം വർദ്ധിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും.
ആത്മീയ മേഖലയിൽ ചതയം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം നല്ല പുരോഗതിയും ആന്തരിക സമാധാനവും നൽകും. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. ധ്യാനം, പ്രാർത്ഥന, യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും. ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് അഭൂതപൂർവമായ സമാധാനം നൽകും. സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം. ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും. ക്ഷേത്ര ദർശനങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മീയമായ സന്തോഷം ലഭിക്കും. ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ചിന്താഗതിയെയും കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ചേക്കാം. ആരോഗ്യപരമായി ഈ മാസം പൊതുവെ നല്ലതായിരിക്കും. ഊർജ്ജസ്വലതയും നല്ല പ്രതിരോധ ശേഷിയും നിങ്ങൾക്ക് അനുഭവപ്പെടും. ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അവ വേഗത്തിൽ ഭേദമാകും. മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. ചിട്ടയായ വ്യായാമവും നല്ല ഭക്ഷണവും ശീലിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും. വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹായിക്കും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പുതിയ അനുഭവങ്ങൾ നൽകും. ചതയം നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. ദേവത വരുണൻ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അന്വേഷണാത്മക സ്വഭാവം, ബുദ്ധിശക്തി, ആശയവിനിമയ ശേഷി, സ്വാതന്ത്ര്യം, നിഗൂഢതകളോടുള്ള താല്പര്യം എന്നിവ ഉണ്ടാകും. 2025 നവംബറിൽ ഈ സവിശേഷതകൾ നിങ്ങളുടെ നേട്ടങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. രാഹുവിന്റെ സ്വാധീനം കാരണം കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഗവേഷണങ്ങൾക്കും സഹായകമാകും. മികച്ച ആശയവിനിമയ ശേഷി ദാമ്പത്യത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. തൊഴിൽപരമായ ചർച്ചകളിലും ഇത് ഗുണകരമായി ഭവിക്കും. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും നിങ്ങൾക്ക് കഴിയും. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും സഹായിക്കും. അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അന്വേഷണം ആത്മീയ മേഖലയിൽ പുതിയ ഉൾക്കാഴ്ചകൾ നൽകും. ചതയം നക്ഷത്രക്കാർക്ക് ഈ അനുകൂല ഫലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ്. ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ്. വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ്. ജലവുമായി ബന്ധപ്പെട്ട ആരാധനകൾ നടത്തുന്നത് ഉത്തമം. രാഹുവിന്റെ സ്വാധീനം കാരണം ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ രാഹുപൂജകൾ നടത്തുന്നത് നല്ലതാണ്. രാഹുവിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. ശിവഭഗവാനെ ആരാധിക്കുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. കറുത്ത നിറത്തിലുള്ള വസ്തുക്കൾ, എള്ള്, ഉഴുന്ന്, കമ്പിളി വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. 5 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് മാനസിക സമാധാനവും സംരക്ഷണവും നൽകും. ചതയം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം പുതിയ ചക്രവാളങ്ങളിലേക്ക് യാത്ര ചെയ്യാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും സാധിക്കുന്ന ഒരു സുവർണ അവസരമാണ്. സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, കുടുംബം, ആത്മീയത എന്നീ മേഖലകളിൽ നിങ്ങൾ വലിയ പുരോഗതി കൈവരിക്കും. നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടുകയും അതിനനുയോജ്യമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ ധീരമായി നേരിടാനും നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലും ദാമ്പത്യത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും. ആത്മീയമായി കൂടുതൽ വളരാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകുകയും ചെയ്യുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ദിശാബോധം നൽകുകയും എല്ലാവിധ വിജയങ്ങളും നേട്ടങ്ങളും സമ്മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു.